ഇന്ത്യ ഈസ് ദ സ്ലീപ്പിംഗ് ജയന്റ് ഓഫ് വേൾഡ് ഫുട്ബോൾ. വിഖ്യാതമാണ് ഈ വരികൾ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയാണ് വരിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതും. പക്ഷേ പ്രതിസന്ധിയുടെ ആഴങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ. ആരാണ് കുറ്റക്കാർ? പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ തോൽപ്പിക്കുന്ന ആ ഘടകത്തെ. എന്താണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതിസന്ധി? ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങളെന്ന് നിസ്സംശയം ആർക്കും പറയാം. ഐ ലീഗ് ഫുട്ബോളും ISLും തുടങ്ങി സന്തോഷ് ട്രോഫി പോലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ടൂർണമെൻറ്റുകൾ വരെ പരിമിതികളുടെ നടുവിലൂടെയാണ് ഓടുന്നത്. ഒരിടത്തും സാമ്പത്തികമായി പുരോഗതിയില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഫുട്ബോളിൽ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കാര്യമായ പദ്ധതികളുമില്ല. തുടങ്ങിവെച്ച ഗ്രാസ് റൂട്ട് പദ്ധതികളെല്ലാം നിലച്ചുപോകുന്ന കാഴ്ചയും ഇന്ത്യക്ക് അന്യമല്ല. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധിയുടെ അവസാനത്തെ ഉദാഹരണം ജംഷഡ്പൂർ FC ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിസന്ധിയും ഫുട്ബോൾ പ്രേമികൾ ആശങ്കയോടെ കണ്ടതാണ്. നേരത്തെ ഹൈദരാബാദ് FC ഉൾപ്പെടെ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽപ്പെട്ടു പോയതും ഇന്ത്യൻ ഫുട്ബോളിന്റെ അസ്ഥിവാരത്തെ തകർക്കുന്നതായിരുന്നു. താരങ്ങളുടെ സാലറി മുടങ്ങുന്നതും ISL മത്സരങ്ങൾ ചോദ്യത്തിലായതുമെല്ലാം ഇക്കാലത്തിനിടെ രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ കണ്ടു, കേട്ടു, അനുഭവിക്കുകയും ചെയ്തു. നമുക്ക് ജംഷഡ്പൂർ FCയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതിഫലനമാണ് ജംഷഡ്പൂർ FCയിൽ തെളിഞ്ഞു കാണുന്നതും. ക്രിക്കറ്റിൽ ഇന്ത്യ വലിയ മേധാവിത്വം പുലർത്തുമ്പോൾ ഫുട്ബോളിൽ ഇപ്പോഴും പിന്നാക്കം കുതിക്കുകയാണ് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. ISL ഫുട്ബോളിന് ഇനിയില്ലെന്ന ജംഷഡ്പൂരിൻ്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കഴിവുകേടിനെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ പോലൊരു ടൂർണമെൻറ്റിന് പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയാതെ ഉലഞ്ഞിരിക്കുകയാണ് രാജ്യമെന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് മറ്റെന്തുണ്ട്? അതിന് AIFFും ഭരണകൂടവും ഒരുപോലെ ഉത്തരവാദിയാണ്. കായിക മന്ത്രാലയം മറുപടി പറയേണ്ടതുമുണ്ട്. കളിക്കാരുടെ ഭാവി ആശങ്കയിലായത് നിസ്സാരമല്ല. കായിക മേഖലയിൽ എവിടെയാണ് ഇന്ത്യക്ക് തിളക്കമുള്ളത് എന്നതും ചോദിക്കപ്പെടേണ്ടതാണ്. ഇക്കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ പോലും ഇന്ത്യക്ക് ആശാവഹമായ നേട്ടമല്ല ഉണ്ടായിട്ടുള്ളത്. കായിക മന്ത്രാലയം കൂടി ഇടപെട്ടാലേ കാര്യങ്ങളിനി മുന്നോട്ട് പോകൂ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും വാണിജ്യ പങ്കാളികളായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും തമ്മിൽ നിലനിൽക്കുന്ന ധാരണാപരമായ തർക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് ISLനെ ബാധിച്ചത്. വൻതുക ചെലവഴിച്ച് ക്ലബ്ബുകൾ മത്സരത്തിനെത്തിയിട്ടും പക്ഷേ അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ല. ഇതാണ് കാര്യമായിരുന്ന പരാതി. സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് സെയിൽസ്, ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എന്നിവയിലൂടെയാണ് സാധാരണ ക്ലബ്ബുകൾക്കുണ്ടാകുന്ന വരുമാനം. പക്ഷേ ഇതെല്ലാം ശോകമാണെന്നതാണ് യാഥാർത്ഥ്യം. അവസാനം കൊച്ചിയിൽ നടന്ന ISL ഫുട്ബോളിൻ്റെ ഗ്യാലറി നോക്കിയാൽ അറിയാം അതിൻ്റെ പ്രതിഫലനം. മുമ്പൊക്കെ മഞ്ഞപ്പടയാൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന സ്റ്റേഡിയത്തിൻ്റെ ഗ്യാലറി പക്ഷേ ഒടുവിൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയി മാറുകയായിരുന്നു. കഴിഞ്ഞ സീസണിന് മുമ്പ് ഹൈദരാബാദ് FCയുടെ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ വാർത്തയായിരുന്നു. ശമ്പളമില്ലാത്ത താരങ്ങളുടെ വാർത്ത ഇന്ത്യൻ ഫുട്ബോളിനെ നാണം കെടുത്തിയ ഒന്നായിരുന്നു. അതേസമയം ക്ലബ്ബുകൾ പിൻവാങ്ങാനുള്ള മറ്റൊരു കാരണം FSDLന്റെ ക്ലബ്ബുകൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന ഫ്രാഞ്ചൈസി ഫീയാണ്. ഇത് പലർക്കും താങ്ങാകുന്നതിനും അപ്പുറമാണ്. ജംഷഡ്പൂർ FC എങ്ങനെയാണ് പിൻവാങ്ങുന്നതെന്ന് നോക്കാം. ISL ലീഗ് മോഡൽ സാമ്പത്തികമായി കടുത്ത നഷ്ടമുണ്ടാക്കുന്നതാണെന്ന് ടാറ്റ ഗ്രൂപ്പും ക്ലബ് മാനേജ്മെന്റും വിലയിരുത്തുന്നുണ്ട്. പുതിയ ലീഗ് ഘടനയുടെ ഭാഗമായി AFFലേക്ക് അടയ്ക്കേണ്ട 55 ലക്ഷം രൂപയുടെ ഫ്രാഞ്ചൈസി പങ്കാളിത്ത ഫീസ് നിശ്ചിത സമയത്തിനുള്ളിൽ ക്ലബ്ബ് അടച്ചിരുന്നില്ല. വലിയ തോതിൽ വരുമാനക്കുറവുണ്ടാക്കുന്ന ഒരു ബിസിനസ്സിൽ വൻകിട ബിസിനസ്സുകാരായ ടാറ്റ എങ്ങനെ പണം മുടക്കാനാണ്? സംപ്രേഷണ വരുമാനത്തിലും സ്പോൺസർഷിപ്പിലും ഉണ്ടായ കടുത്ത ഇടിവും കളിക്കാരുടെ ഉയർന്ന ശമ്പളവുമെല്ലാമായതോടെ ക്ലബിന് കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നു. അതേസമയം താരങ്ങളാണ് പ്രതിസന്ധിയുടെ ആഴങ്ങളിൽപ്പെട്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറാനും സീനിയർ ടീമിനെ പിരിച്ചുവിടാനുമുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ടാറ്റ ഗ്രൂപ്പിനോട് ജംഷഡ്പൂർ FC താരങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ രംഗത്തെത്തിയ കാഴ്ചയും ഇന്ത്യൻ ഫുട്ബോൾ കണ്ടതാണ്. ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദുര്യോഗമാണ് വരച്ചു കാണിക്കുന്നതും. 2 ഇന്ത്യൻ സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ക്ലബിൻ്റെ ഭാവി സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ജംഷഡ്പൂർ FC ഒരു ക്ലബ്ബ് മാത്രമല്ല, ഒരു വികാരമാണ്. ഈ തീരുമാനം പുനഃപരിശോധിച്ച് ISLൽ തുടരണം. ഇന്ത്യൻ മിഡ്ഫീൽഡർ പ്രണോയ് ഹൽദാറിൻ്റെ വാക്കുകളാണിത്. ഒരു തലമുറയുടെ ഫുട്ബോൾ വളർച്ചയ്ക്ക് ജംഷഡ്പൂർ FC വലിയ തോതിൽ സഹായിച്ചതിനെയും മറക്കുന്നില്ല ക്ലബിൻ്റെ താരങ്ങൾ. സുനിൽ ഛേത്രിയെ പോലെയുള്ള താരങ്ങളും ജംഷഡ്പൂരിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് ജംഷഡ്പൂർ FCയെ ISL നിന്ന് പിൻവലിക്കുന്നു എന്ന വാർത്ത എൻ്റെ നെഞ്ചിലേറ്റ വലിയ പ്രഹരമായിരുന്നുവെന്നാണ് ഛേത്രിയുടെ പ്രതികരണം. ഛേത്രി പറയുന്നതിലെ മറ്റൊരു കാര്യമാണ് ഹൈലൈറ്റ്. കഴിഞ്ഞ കുറച്ചുകാലമായി ഈ തീരുമാനം അണിയറയിൽ ഒരുങ്ങുന്നതായി തനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധയോടെ ഇന്ത്യൻ ഫുട്ബോൾ രംഗം ശ്രവിക്കേണ്ടതുണ്ട്.
ISLനെയും ഇന്ത്യൻ ഫുട്ബോളിനെയും അടുത്തറിയുന്ന ഒരാൾക്ക് അത് കൃത്യമായി പറയാനുമാകും. അതേസമയം ആശാവഹമായ തീരുമാനങ്ങളും ടാറ്റയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നിന്നുള്ള പിന്മാറ്റത്തിന് പിന്നാലെ ടീമിലെ കളിക്കാരുടെയും ജീവനക്കാരുടെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുമെന്നാണ് ക്ലബ്ബ് പറയുന്നത്. കളിക്കാരുടെയും സ്റ്റാഫുകളുടെയും നിലവിലെ കരാറുകൾ പൂർണ്ണമായും പാലിക്കുമെന്ന ഉറപ്പ് പ്രതീക്ഷയുള്ളതാണ്. മറ്റു ക്ലബ്ബുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന കളിക്കാർക്ക് അതിനുള്ള ട്രാൻസ്ഫർ നടപടികൾ വേഗത്തിലാക്കാൻ ക്ലബ്ബ് മുൻകൈയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പുതിയ ക്ലബ്ബുകൾ കണ്ടെത്താൻ സാധിക്കാത്ത കളിക്കാർക്ക് നിലവിലെ കരാർ തുക പൂർണ്ണമായി നൽകുമെന്ന ടാറ്റയുടെ ഉറപ്പും പ്രതീക്ഷയുള്ളതാണ്. ഈ കാലവും കടന്നു പോകുമെന്നാണല്ലോ. ഇന്ത്യൻ ഫുട്ബോളിന് നല്ല കാലം വരും. വീണ്ടും നമ്മൾ മുന്നോട്ട് കുതിക്കും. അത് വിദൂരമല്ല.